BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ദേശംകാലടി റോഡിലെ വഴിയോരങ്ങളിൽ വടവൃക്ഷങ്ങൾ അപകടകരമാം വിധം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വൻമരങ്ങളാണ് ഏത് നിമിഷവും നിലം പൊത്തുന്ന വിധം ചരിഞ്ഞു നിൽക്കുന്നത്. ബസ് സർവീസുകൾ, സ്കൂൾ വാഹനങ്ങൾ, ഓട്ടോ, ടാക്സി, ഇരുചക്ര വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, വിനോദസഞ്ചാരികൾ, വിമാനത്താവളത്തിൽ വന്നു പോകുന്നവരടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. കാലപ്പഴക്കം ചെന്ന വനം വകുപ്പിന്റെ അധീനതയിലുള്ള മരങ്ങളാണ് അധികവും. അടിമുതൽ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ പല മരങ്ങളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി കിഴക്കദേശം രക്തേശ്വരി ക്ഷേത്രത്തിന് സമീപം ഭീമൻ മരക്കൊമ്പ് വീണ് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി. ഏതാനും മാസം മുൻപ് പുറയാർ ജംഗ്ഷനിൽ ശക്തമായ ിനെ തുടർന്ന് ഭീമൻ മരം കടപുഴകി എതിർവശത്തെ വടക്കേലപ്പടി ബഷീറിന്റെ കടമുറി പൂർണ്ണമായും തകർന്നു. നിറയെ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് കടന്നുപോയ തൊട്ടുപിറകെയായിരുന്നു ദുരന്തം. രാത്രി വരെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏപ്രിൽ 22 ഗാന്ധിപുരം കവലയിൽ തെക്കുവശത്തെ ഇടവഴിയിലെ പറൂത്തുമൂല ഭാഗത്ത് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി ദേഹത്ത് വീണ് സൈക്കിൾ യാത്രികനായ 10 വയസ്സുകാരന് ദാരുണ്യാന്ത്യം സംഭവിച്ചിരുന്നു. ശക്തമായ കാറ്റിലുണങ്ങിയ മരക്കൊമ്പുകളടക്കം യാത്രികരുടെ ദേഹത്ത് വീഴുന്നതും പതിവാണെങ്കിലും സാരമായ പരിക്കുകളും കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാത്തതിനാൽ ആരും പരാതിയുമായി രംഗത്ത് വരാറില്ല. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റാത്തത് വനം വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് വാർഡംഗം നഹാസ് കളപ്പുരയിൽ കുറ്റപ്പെടുത്തി. പലതവണ നേരിട്ടും രേഖാമൂലവും വനം വകുപ്പ് അധികൃതർ പരാതി നൽകിയെങ്കിലും അവഗണന തുടരുകയാണ്. മഴയും കാറ്റും ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് വനം വകുപ്പ് മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും നഹാസ് ചൂണ്ടിക്കാട്ടി. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ദേശീയപാതയിലെ ചില ട്രാഫിക് സിഗ്നലുകൾ ഒഴിവാക്കും. പുതിയ ഫ്രീ ലെഫ്റ്റുകളും യു ടേണുകളും വരും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. തിരക്കും കുരുക്കും കൂടുതലായുള്ള ആലുവ ബൈപ്പാസ് കവലയിലെയും തോട്ടക്കാട്ടുകരയിലെയും ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങളാണ് ഒഴിവാക്കുന്നത്. തോട്ടക്കാട്ടുകരയിലെ സിഗ്നലിന് പകരം യു ടേൺ സംവിധാനം നടപ്പാക്കും. തോട്ടക്കാട്ടുകര ഭാഗത്തു നിന്നും മണപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് യു ടേൺ പറവൂർ കവലയ്ക്കും തോട്ടക്കാട്ടുകരയ്ക്കുമിടയിൽ സ്ഥലം വീതി കൂട്ടി വാഹനം തിരിയുന്നതിനാവശ്യമായ റോഡ് ഡിവൈഡർ മീഡിയൻ സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചു. അതിനെക്കുറിച്ച് പഠനം നടത്താൻ നാറ്റ്പാക്കിനെയും റോഡ് സേഫ്റ്റി അതോറിറ്റിയെയും ചുമതലപ്പെടുത്തി. ബൈപ്പാസിൽ സിഗ്നൽ ഒഴിവാക്കുമ്പോൾ ആലുവ നഗരത്തിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് മേൽപ്പാലത്തിന്റെ ചുവട്ടിലെ അടിപ്പാത വഴി കടന്നു പോകാൻ സൗകര്യമൊരുക്കും. പറവൂർ കവലയിൽ നിന്ന് പറവൂർ ഭാഗത്തേക്കും തോട്ടക്കാട്ടുകര മണപ്പുറം റോഡിൽ നിന്ന് ആലുവയിലേക്കും ഫ്രീ ലിഫ്റ്റ് സംവിധാനം നടപ്പാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. പറവൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് കൃത്യമായി ടാർ ചെയ്ത് വലുതാക്കി ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. മംഗലപ്പുഴ പാലം മുതൽ ബൈപ്പാസ് കവല വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയാണ് മന്ത്രി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. പുളിഞ്ചോടിൽ നിന്ന് കുന്നുംപുറം കവല വരെ ദേശീയപാതയ്ക്ക് മുകളിലൂടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന അൻവർ സാദത്ത് MLA നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അൻവർ സാദത്ത് MLA, നഗരസഭാ അധ്യക്ഷൻ MO ജോൺ, ഉപാധ്യക്ഷ സൈജി തോളി മുത്തേടൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഫാസിൽ ഹുസൈൻ, ലത്തീഫ് പൂഴിത്തറ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോജ് ശങ്കർ, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരായ സജീവ് പ്രസാദ്, MP ജെയിംസ്, RTO K മനോജ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അക്ഷരമുറ്റത്തെ ആദ്യ മണിയടിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി സ്കൂൾ വിപണി ഉണർന്നു. കുരുന്നുകളുടെ മനസ്സ് കീഴടക്കുന്ന തരത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങളോടെയാണ് ഇത്തവണയും സ്കൂൾ വിപണികൾ സജീവമാകുന്നത്. നോട്ട്ബുക്കുകൾ, ബാഗുകൾ, കുട, പെൻസിൽ, പേന, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, നെയിം സ്ലിപ്പുകൾ, പേപ്പർ റോളുകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ, യൂണിഫോം, മഴക്കോട്ടുകൾ അടക്കമുള്ള എല്ലാ സാമഗ്രികളും ഒറ്റ കുടക്കീഴിൽ ഒരുക്കിയാണ് സ്കൂൾ വിപണികൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്നാൽ കത്തിയാളിയ കൊടുംചൂടിന് പിന്നാലെ എത്തിയ മഴ ഇത്തവണ തിരിച്ചടിയാകുമെന്ന ആശങ്ക വ്യാപാരികൾക്കില്ലാതില്ല. സ്കൂൾ സാമഗ്രികളെല്ലാം വിലക്കിഴിവിൽ ലഭിക്കുന്ന വഴിയോര വിപണികളും ഇഷ്ടം പോലെയുണ്ട്. കടകളിലേക്കാൾ വിലക്കുറവും
ഇവിടങ്ങളിലുണ്ട്. ബ്രാൻഡ് നോട്ട്ബുക്കിന് 10 കെട്ടിന് 300 രൂപയാണ് വില. ഇതോടൊപ്പം മറ്റ് സാമഗ്രികൾക്കും വിലക്കിഴിവുണ്ട്. ഇവിടെയും ബ്രാൻഡുകൾക്കനുസരിച്ച് വിലയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. വഴിയോര വിപണിയുടെ മറ്റൊരു ആകർഷണം കുടക്കച്ചവടമാണ്. ഇവിടെ ബ്രാൻഡഡ് അല്ലാത്ത കുടകൾ 250 രൂപ മുതൽ ലഭിക്കും. കുട്ടികൾ ലക്ഷ്യമാക്കിയ കുടകളിലും വർണ്ണവൈവിധ്യമൊരുക്കിയാണ് ഇത്തവണ കച്ചവടം. ഇതോടൊപ്പം മഴക്കോട്ടുകളും വിപണിയിൽ സുലഭമാണ്. കുട്ടികളുടെ മനം കവരുന്ന രീതിയിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള ചെരുപ്പുകളും ഷൂസുകളും എല്ലാം തന്നെ സ്കൂൾ വിപണിയിൽ തയ്യാറാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കനത്ത മഴയിൽ കാക്കനാട് പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയാകുന്നു. ശനിയാഴ്ച പുലർച്ചെ കാക്കനാട് തുതിയൂരിലാണ് 8 കുടുംബങ്ങളെ ഭീതിയിലാഴ്ത്തി മണ്ണിടിച്ചിലുണ്ടായത്. തുതിയൂർ ആനമുക്ക് ഗ്രന്ഥശാലയ്ക്ക് സമീപം താമസിക്കുന്ന 8 വീട്ടുകാരാണ് മണ്ണിടിച്ചിൽ ദുരിതത്തിലായത്. കണിയാമോളത്ത് ഹരീഷ്, പകോതി ഭാഗത്ത് സേവിയർ, പള്ളിപ്പറമ്പിൽ പീറ്റർ എന്നിവരുടെ വീടിനോട് ചേർന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 30 അടി താഴ്ചയിലേക്ക് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത് മൂലം വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തി കെട്ടി വീടുകൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള, പ്രതിപക്ഷ നേതാവ് MK ചന്ദ്രബാബു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്താണി കിരോലിമലയിലും വികാസവാണി തേവക്കൽ റോഡിലും ചിറ്റേത്തുകരയിലും അത്താണിയിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ശക്തമായ മഴയിൽ വെള്ളക്കെട്ട്, മതിലിടിച്ചിലും ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടവും ഉണ്ടായി. രാത്രി തുടരെ പെയ്ത മഴയിലാണ് കളമശ്ശേരി റോക്ക് വൈൽഡ് റോഡിൽ വൈദ്യുതി ബോർഡിന്റെ ചുറ്റുമതിലിൽ ഒരു ഭാഗം തകർന്നു വീണത്. കൂടാതെ കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും തകർന്നു വീണു. മഴയിൽ കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം വീടുകളിലും സുന്ദരഗിരി റോഡിലെ വീടുകളിലും മുൻഭാഗങ്ങളിലും വെള്ളമുയർന്നു. രാത്രി വെള്ളമുയർന്നത് കുടുംബങ്ങളെ ആശങ്കയിലാക്കി. മഴയ്ക്കിടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഏലൂർ മഞ്ഞുമലയിൽ ജോസഫ് ജെറോൾഡിന്റെ വീടിന്റെ 1-ാം നിലയ്ക്ക് കേടുപാടും വീടിനകത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കേടുപാടുണ്ടായി. MC റോഡിലെ പ്രധാന പട്ടണമായ കാലടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത പ്രശ്നങ്ങൾ നേരിൽ കണ്ട് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എത്തി. ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കാലടിയിൽ നടന്ന യോഗത്തിൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും പരിഹാരങ്ങൾ മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സിയാലിന്റെ സഹായത്തോടെ മറ്റൂർ ജംഗ്ഷനിൽ റൗണ്ട് എംബൌണ്ട് ഉടൻ സ്ഥാപിക്കും. ചിബിച്ചേരി റോഡിൽ നിന്ന് കനാൽ സ്ലാബ് മറ്റൂർ മുതൽ വൺവേ സംവിധാനം നടപ്പാക്കും. കാലടി മുതൽ മറ്റൂർ വരെ മീഡിയൻ സ്ഥാപിച്ച് ഒറ്റവരി ഗതാഗതം നടപ്പാക്കും. ഈ ഭാഗങ്ങളിൽ 5 ട്രാഫിക് പോലീസിനെ നിയോഗിക്കും. നിലവിലുള്ള സിഗ്നൽ സംവിധാനം അപാകതകൾ പരിഹരിച്ച് പുനരാരംഭിക്കും. ശ്രീശങ്കര പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള കുഴികളും വിള്ളലുകളും ടാർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. സംസ്കൃത സർവകലാശാല റോഡിലൂടെയുള്ള വൺവേ സംവിധാനം കർശനമായി നടപ്പാക്കും. താന്നിപ്പുഴ പാലത്തിന് സമീപമുള്ള ലോറി പാർക്കിംഗ് നിരോധിക്കും. മലയാറ്റൂർ, കോതമംഗലം, മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മറ്റൂർ, കൈപ്പട്ടൂർ, മുക്കാലട വഴി തിരിച്ചുവിടാനുള്ള ദിശാ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുമെന്ന് മന്ത്രി അറിയിച്ചു. തീരുമാനങ്ങൾ നടപ്പാക്കിയത് സംബന്ധിച്ച അവലോകന യോഗം 1 മാസത്തിന് ശേഷം മന്ത്രി നേരിൽ വീണ്ടും നടത്തും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.